സാർ, എന്താടോ, ആരാ എന്താ എവിടെന്നാന്നൊക്കെ ചോദിച്ചറിഞ്ഞോ താൻ? എന്തെങ്കിലും ഒന്ന് പറയണ്ട സാർ. വന്ന പട അതിനുള്ളിൽ കയറിയിപ്പാ. വാ. ഹലോ, നമസ്കാരം. കൊല്ലംകോട് പോലീസ് സ്റ്റേഷൻ. ദയ ഹോസ്പിറ്റലോ? ആ പറയൂ. മൺട്രോ? ശരി ശരി, വന്നോളാം. വരാം. ഓക്കെ സാർ, ദയ ഹോസ്പിറ്റലിൽ നിന്നാണ്. അവിടെ ഒരു മർഡർ നടന്നിരിക്കുന്നു. ഞാനാ സാറേ അവനെ കൊന്നത്. വാടോ. സാർ, സർ, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ഹി ഈസ് എ ക്രോണിക് ഡ്രഗ് അഡിക്റ്റ്. മരുന്നുകൾ കൊടുത്ത് തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിൽ മോശമായ അവസ്ഥയിലാണ് പേഷ്യൻ്റ്. സോറി. നിങ്ങളുടെ അനാസ്ഥയിലെ ഇങ്ങനെ ഒരു മരണത്തിന് കാരണം? സർ പ്ലീസ്. ഹരിപ്രസാദ്, 19 വയസ്സ്, 2ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. നിങ്ങളുടെ മകൻ അല്ലേ? കൊന്നു സാറേ, ഞാൻ അവനെ കൊന്നു സാറേ. പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മകനെ നിങ്ങൾ എന്തിനു കൊന്നു? വരാൻ പറയും. മറിയ, കൊണ്ടുപോക്കോളൂ. വരൂ. ഇരിക്കൂ. ദാമോദരൻ? അതെ സർ. ഡ്രൈവറാണല്ലേ? അതെ. എന്തിനായിരിക്കും നിങ്ങളുടെ ഭാര്യ ഈ കടുങ്കൈ ചെയ്തത്, അതും സ്വന്തം മകനോട്? എനിക്കറിയില്ല സാറേ. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? എനിക്കൊന്നും അറിയില്ല സർ. നിങ്ങൾ ഇങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറയിപ്പിക്കേണ്ടി വരും. മര്യാദക്ക് സഹകരിച്ചു നിന്നാ നിങ്ങൾക്ക് നല്ലത്. പറ, മോൻ കുഴപ്പക്കാരനായിരുന്നോ? അങ്ങനെയൊന്നും പറയില്ല സാറേ. ആണായിട്ടും പെണ്ണായിട്ടും അവൻ ഒന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. നല്ല കുട്ടിയായിരുന്നു. ചീത്ത കൂട്ടുകെട്ട് ചെന്നപ്പെട്ട് തല തിരിഞ്ഞുപോയി. ആരായിരുന്നു ഈ ചീത്ത കൂട്ടുകെട്ട്? കൂടെ പഠിക്കുന്നവർ തന്നെ സാറേ. ഞാനൊരു ഡ്രൈവറാ. രാവും പകലും കിടന്നോടിയിട്ട വലിയ കോളേജിലൊക്കെ ചേർത്ത് അവൻ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിച്ചത്. അല്ലാതെ പത്രാസ് ഉണ്ടായിട്ടല്ല. ആകെയുള്ളൊരു ആൺതരിയല്ലേ എന്ന് കരുതി അവന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് മക്കള് വഴിതെറ്റാൻ കാരണം. അവരെന്ത് പറഞ്ഞാലും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. ആരാന്റെ തിണ്ണ നിറങ്ങിയിട്ടാണെങ്കിലും അവരുടെ കാര്യങ്ങൾ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കും. അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ മക്കളെ അറിയിച്ചിട്ട് വേണം അവരെ വളർത്താൻ. നേരാ സാറേ. ഒരു കഷ്ടപ്പാടും ഞാൻ അവരെ അറിയിച്ചിട്ടില്ല. ഇത് കണ്ടോ സാറ്, 18 കൊല്ലായിട്ട് വളയം പിടിക്കുന്ന കയ്യാ. എനിക്ക് വേണ്ടിയല്ല, എന്റെ മോൻ എന്നെ പോലെ ആവാതിരിക്കാൻ വേണ്ടി. എന്നിട്ടും എന്തായിരുന്നു നിങ്ങൾ അവനിൽ കണ്ട മാറ്റം?
ആ സുമേ, ഹരി എവിടെ? വന്ന് കയറിയപ്പം മുതൽ മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുക. ഒരു വക കഴിച്ചിട്ടില്ല. ഞാൻ വിളിച്ചില്ലേ? വിളിച്ചിരുത്തി വാരി കൊടുക്കാൻ. അവനെന്താ ചെറിയ കുട്ടിയാ? വന്ന് കയറിയപ്പോ തന്നെ നീ എന്തെങ്കിലും പറഞ്ഞു കാണും. ആ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞതാ കുറ്റം. മോനെ ഹരി, ഹരി, ഡാ മോനെ ഹരി, വാതിൽ തുറക്കടാ. എന്തൊരു കോലാണ്ട ഇത്. ഹരി, 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 ഹരി. അന്നൊരു ദിവസം എനിക്കൊരു കോള് വന്നു. ഹരിയുടെ കോളേജിൽ നിന്നായിരുന്നു ആ ഫോൺ കോൾ. ചെല്ലാൻ പറഞ്ഞു വിളിച്ചത് അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നു സാറേ. ഒരച്ഛനും സ്വന്തം മക്കളെ പറ്റി കേൾക്കാൻ പാടില്ലാത്തതാ ഞാനെന്ന് അവിടുന്ന് കേട്ടത്. എന്റെ മകൻ മയക്കുമരുന്നിന് അടിമയാണത്രേ. രണ്ടാമതൊരിക്കൽ കൂടി കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞു. രഘു, സർ, ഇയാളെ കൊണ്ടുപോയിക്കോളൂ. മറയോട് വരാൻ പറയും. ചോദിക്കേണ്ടതൊക്കെ ഞങ്ങൾ ചോദിച്ചു. പറയാനുള്ളതൊക്കെ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് ചോദിച്ചാലും അവർക്ക് അറിയാൻ കഴിയുന്നല്ലേ സാറേ പറയാൻ കഴിയുള്ളൂ. അറിയാത്ത എങ്ങനെ സാറേ പറയാ? എന്നാ നിങ്ങൾ പറ. ആർക്കൊരു ശല്യം ആവണ്ടെന്ന് കരുതി. മറ്റുള്ളവരുടെ കൈകൊണ്ട് ചാകുന്നതിനേക്കാൾ നല്ലതല്ലേ എൻ്റെ കൈകൊണ്ട് ചാകുന്നത്? ഞാൻ തന്നെയാണ് സാറേ അവനെ കൊന്നത്. വാടാ. ആരാ? ദാമോദരൻ എവിടെ? പുറത്തു പോയല്ലോ. നിങ്ങളെ മകനെവിടെ? അവനും പുറത്തു പോയല്ലോ. പറയുന്നോടൊന്നും തോന്നരുത്. നിങ്ങളെ മകനെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടിക്കണം. അവൻ കള്ളോ കഞ്ചാവോ എന്ത് പണ്ടാരം വേണമെങ്കിലും അടിച്ചു കയറ്റിക്കോട്ടെ. അതും അടിച്ചു കയറ്റിക്കൊണ്ട് ഞങ്ങളുടെ പെമ്മക്കളെ കയറി പിടിക്കാൻ വന്ന തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും അവനെ. മോനക്ക് ഭ്രാന്താണെങ്കിലേ ഭ്രാന്താശുപത്രി കൊണ്ട് ഏൽപ്പിക്കണോ? മനസ്സിലായ? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ വാടാ. ഞാൻ തന്നെ സാറേ അവനെ കൊന്നത്. ഞാൻ തന്നെയാ.
കൂടെ വേറെ ആരുമില്ലേ? അച്ഛനുണ്ട് സാറേ, പുറത്തു പോയിരിക്കുക. ഡോക്ടർ, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഡോക്ടർ. ഞാൻ അവൻ്റെ അമ്മയല്ലേ. മകൻ്റെ അവസ്ഥ വളരെ മോശമാണ്, വളരെ മോശം. ചെറുപ്രായത്തിൽ തന്നെയുള്ള ലഹരിയുടെ അമിത ഉപയോഗം അവൻ്റെ മനസ്സിനെ താളം തെറ്റിച്ചിട്ടുണ്ട്. സർ, ഇവര് പറഞ്ഞത് ഒന്നുമല്ലാത്ത ഒരു റീസൺ ഈ കൊലക്ക് പിന്നിലുണ്ട്. ഒരു പക്ഷേ മറിയ ചോദിച്ചാ അവരത് പറയും. ഒരു പോലീസുകാരിയായിട്ട് ഒരിക്കലും ചോദിക്കരുത്. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ മുന്നിലെ മനസ്സ് തുറക്കൂ. ചെല്ല്, ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മേ, വെള്ളം കുടിക്കും. അമ്മേ, അമ്മേ, അങ്ങനെ വിളിക്കാലോ അല്ലേ? അമ്മയ്ക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളോടെങ്കിലും അമ്മ എല്ലാം തുറന്ന് പറയായിരുന്നില്ലേ? എന്നെയും അങ്ങനെ കണ്ടാൽ മതി. എന്താ ശരിക്കും സംഭവിച്ചത്? ആരും ഒന്നും അറിയില്ല. ഒരു മകനും അമ്മയോട് ചെയ്യാൻ പറ്റാത്ത ദ്രോഹം അവനോട് ചെയ്തത്. ലഹരി തലയ്ക്ക് പിടിച്ചപ്പോ പെറ്റമ്മയെ പോലും അവൻ മറന്നു. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വന്തം മകന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ മറിയാം, ഓക്കെ.